നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്താച്ചിയോ കുക്കീസാണ്. പിസ്ത ഫ്ലേവറിലുള്ളത്. അപ്പോൾ അതിന് ഫസ്റ്റ് 100 ഗ്രാം ബട്ടർ, കൂളിംഗ് ഇല്ലാത്തത്, നല്ലോണം മിക്സ് ചെയ്തിട്ട് ക്രീമി പോലെയാവും. അതിനുശേഷം നമ്മൾ 1/2 കപ്പ് ഷുഗർ പൊടിച്ച് 1/2 കപ്പ് പൗഡർ ഷുഗർ അത് നമ്മളിതിൽ ചേർക്കണം. ഞാൻ ഇട്ടിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഷുഗർ മെൽറ്റായി നല്ല ക്രീമി ആയി വരണം. കുറച്ച് സമയം പിടിക്കും. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററിൽ ചെയ്യുക, അതല്ലെങ്കിൽ വിസ്കിൽ തന്നെ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് വാനില എസൻസ് ആണ്, ബുഷിൻ്റെ. ഇത് വന്നിട്ട് കുറച്ച് 1/4 ടീസ്പൂൺ. അതും കുറച്ച് ചേർത്തിട്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് ഷുഗറൊക്കെ മെൽറ്റായതിന് ശേഷം നമ്മൾ പിസ്താച്ചിയോൻ്റെ എസൻസ് ഉണ്ട്, പിസ്തേൻ്റെ, ഇത് ചേർക്കണം. ചെയ്താൽ നമ്മൾ 100 ഗ്രാം ബട്ടറും 1/2 കപ്പ് പൗഡർ ഷുഗറും കൂടെ അരമണിക്കൂറിൽ നേരായിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഷുഗർ മെൽറ്റായതിന് ശേഷം നമ്മൾ 250 ml 1 കപ്പ് മൈദയും കസ്റ്റാർഡ് പൗഡർ, ഇതാണ് കസ്റ്റാർഡ് പൗഡർ, ഇതൊരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അത് ചേർക്കുന്നത്. ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് പിസ്തേൻ്റെ എസൻസ് ചേർക്കണം. ഇനി നമ്മൾ മൈദയും കസ്റ്റാർഡ് പൗഡറും ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
ഈ കട്ട് ചെയ്തേക്ക് ലാസ്റ്റ് ഇതാക്കാം നമുക്ക്. ലാസ്റ്റ് നമ്മൾ കുഴച്ചിട്ട് പിന്നെ നമ്മൾ ഉരുട്ടുക. സൈസിനനുസരിച്ച് നമുക്ക് എങ്ങനത്തെ സൈസാണ് വേണ്ടത് അതിനനുസരിച്ച് ഉരുട്ടിയിട്ട് ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് മുകളിൽ പിസ്തയോ ആൽമണ്ടോ നമ്മൾ പിസ്ത കുക്കീസ് ചിലപ്പോൾ പിസ്ത തന്നെ വയ്ക്കാം. അങ്ങനെ വെച്ചിട്ട് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കും. 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ വയ്ക്കാം. വെച്ചിട്ട് ഒരു 15 നിമിഷം ബേക്ക് ചെയ്താൽ മതി. 160 ഡിഗ്രിയിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്യാം. ഇത് കണ്ട എൻ്റെ കുക്കീസ് ഞാൻ എന്ത് പണി കാണിച്ചെന്നറിയോ? ഇനി 2 ട്രിപ്പ് വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒറ്റ ട്രിപ്പിൽ നമുക്ക് വെച്ചെടുക്കാമെന്നുള്ളൊരു അതിമോഹം കാരണം വെച്ചതാണ്. ഞാൻ വെച്ചപ്പം നല്ല ഷേപ്പ് കണ്ടില്ലേ? ഇപ്പം അത് ബേക്കായപ്പം എല്ലാം കുറച്ച് പരന്ന് പിടിച്ച പോലെയും ഷേപ്പൊക്കെ കുറച്ച് മാറി അങ്ങോട്ട് ഒരു പ്രത്യേക മോഡൽ പോലെ കിട്ടി. റൗണ്ട് ഷേപ്പൊക്കെ മാറി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം ഞാനിനി പിന്നെ ഒരു ദിവസം നമ്മൾ നല്ല അടിപൊളി കുക്കീസ്, നല്ല ഷേപ്പിലുള്ള കുക്കീസ് ഉണ്ടാക്കി കാണിച്ചു തരണ്ടേ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ. ഇത് പിസ്ത കുക്കീസ് അല്ലേ, അപ്പം നമ്മൾക്ക് ഇതിൽ പിസ്ത പൊടിച്ചിട്ട് ചേർക്കാം കേട്ടോ. 1/4 കപ്പ് ചേർക്കുക. ഞാൻ പിന്നെ എൻ്റെ അടുത്ത് പിസ്ത കുറവായതിനെ കൊണ്ട് ഞാൻ ചേർത്തില്ല. അപ്പം ശരിക്കും അങ്ങനെ പിസ്ത ഫ്ലേവർ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പം എസൻസിൻ്റെ ഇത് മാത്രമല്ല യൂസ് ചെയ്തത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് മൈദ 1 കപ്പ് മൈദയും പിന്നെ കസ്റ്റാർഡ് പൗഡർ വന്നിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഞാൻ പക്ഷേ ഇതിൽ ചേർക്കാം. പിന്നെ 1/4 കപ്പ് പിസ്ത പൊടിച്ചതും ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കാം കേട്ടോ. ഞാൻ പക്ഷേ ബേക്കിംഗ് പൗഡറോ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് വീട്ടിൽ കഴിക്കാമെന്നുള്ള ഒരു ഇതിൽ ഇപ്പോൾ വെറുതെ എന്തിനാ അതൊക്കെ ചേർക്കുന്നത് വെച്ച് ഞാൻ ചേർത്തില്ല. ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ അതുപോലെ ചെയ്താൽ മതി കേട്ടോ.